അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നലത്തെ വീഡിയോയിൽ ആരോ പറഞ്ഞു ഗായ്സ് എനിക്ക് സൗണ്ട് ഇല്ല, എന്തോ സ്വകാര്യം പറയുന്ന പോലെ ഉണ്ടെന്ന്. ഞാൻ സൗണ്ടിലാണ് പറഞ്ഞതെന്ന് എൻ്റെ വിശ്വാസം, അതാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. സോറി കേട്ടോ, ഞാൻ മെസ്സേജിൽ സോറി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഒന്നുകൂടി സോറി പറയുന്നു, വീണ്ടും ഒരു സോറി ഇരിക്കട്ടെ. പിന്നെ ഇന്ന് ഞാൻ പറയുന്ന ഗായ്സ്, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, ഒന്നും അറിയാണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, അതായത് ഒരു മിലിറ്ററിക്കാരൻ്റെ വൈഫ്, ഒരു ഹസ്ബൻഡൊന്നും അങ്ങനെ നോക്കാത്ത ഒരു വൈഫ്, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ. അപ്പം രണ്ടാളും തമ്മിലുണ്ടായതാണ്. ഒരു അടിപൊളിയാണ് ഗൈസ്, അതെന്ന് ഞാൻ ഇന്ന് പറയാണ്. അപ്പം ആ ഒരു സ്ത്രീ, എന്താ പറയുക, ആ ഒരു മിലിറ്ററിക്കാരൻ്റെ വൈഫ്, ഈ സ്ത്രീൻ്റെ അടുക്ക കുറച്ച് പൈസ ഒക്കെ കുറവാണ്. ഒരു പശുവിനൊക്കെ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അങ്ങനെ പശുവിനൊക്കെ വളർത്തുന്ന ഒരു സ്ത്രീയാണ്. ആ മിലിറ്ററിക്കാരൻ്റെ വൈഫ് എന്ത് ചെയ്തു പോയിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും, മീൻസ് എവിടെ വരെ അയൽവാസികൾ എന്ന് പറയും നിയമപ്രകാരം, ഈ പേപ്പറിലൊക്കെ മീൻസ് സൈൻ ചെയ്തിട്ടെടുക്കുക, അയൽവാസികളെടുക്കുന്നൊക്കെ സൈൻ ചെയ്തെടുക്കുക. എന്താ ഈ മൃഗങ്ങളെ വളർത്തുന്നത് നിർത്തണം, കാരണം അവരെ ചെടികൾ കടിക്കുന്നു, അതായിരുന്നു കംപ്ലൈൻറ്റ്. അങ്ങനെ അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസുകാർ വന്ന് അന്വേഷിച്ചപ്പം ഇവരെ ജീവിതമാർഗ്ഗമാണ്, അതുകൊണ്ട് ഇവരോട് ഞങ്ങൾക്ക് ഇത് നിർത്തണമെന്ന് പറയാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ഈ പാവ സ്ത്രീൻ്റെ കൂടി അതൊക്കെ ക്യാൻസലാക്കി. അങ്ങനെ ഈ സൈൻ ചെയ്ത ആൾക്കാരൊക്കെ തോറ്റ് തുന്നം പാടി. പിന്നീട് നടന്നതാണ് ഗൈസ് നോക്കേണ്ടത്. ആ സമയത്ത് അവർക്ക് മക്കള് മിലിറ്ററിക്കാരൻ റിട്ടയർഡ് മിലിറ്ററിക്കാരനായിരുന്നു. അത് പൈസ വേറെ, അപ്പോൾ പെൻഷനൊക്കെ ഉണ്ട്, നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സമയത്ത് ഒന്നും നോക്കാണ്ടാണ് ഇങ്ങനെയൊക്കെ പോയിട്ട് ചെയ്തു കൂട്ടിയത്. ആ സമയം ആ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ കുറച്ച് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഇത്രയൊക്കെ കുറേ ഏറെ സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ ഈ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ പെട്ടെന്ന് ചേഞ്ചായി. മക്കളെ വഴിക്ക് പോയി, മക്കളുണ്ട്. അങ്ങനെ എല്ലാവരുമൊക്കെ ഇങ്ങനെ അവരവർ മാറിപ്പോയി. അവരുടെ സാഹചര്യമാണ്, അവർക്ക് ഈ സ്ത്രീയോട് സ്നേഹമില്ലായിട്ടൊന്നുമല്ല, അവരെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി, പിന്നെ മക്കളെ പഠിപ്പ്, അങ്ങനെ ഇങ്ങനെ ഓരോരു കാരണമുണ്ട് ഓരോരുത്തരും പോയതിൽ. അങ്ങനെ എല്ലാവരുടെ വഴിക്കും പോകേണ്ടി വന്നപ്പം ലാസ്റ്റ് എന്തായി, ഈ സ്ത്രീ ഒറ്റക്കായി ഗൈസ്. ഈ സ്ത്രീ ഒറ്റക്കായിട്ടാണ് പിന്നെയാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ ഒരു വശം ഇടിഞ്ഞുപോയി. ഇടിഞ്ഞു പോയി വെച്ചാൽ അതിൻ്റെ ഇടയിൽ അവരെ ഹസ്ബൻഡ് മരിക്കുന്നുണ്ടായി കേട്ടോ, മരിച്ചുപോയി. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ ഒരു വശം ഇടിഞ്ഞു പോകുന്നത്. ഇടിഞ്ഞു പോയപ്പോൾ ഇവർക്ക് വയ്യാണ്ടുമായി, ആകെ ഒരു ഏകാന്തതയായി, ഇവരൊന്ന് ചേഞ്ചായിപ്പോയി. അങ്ങനെ ഇവർക്ക് വയ്യാണ്ടായപ്പോൾ ഈ അടുത്തുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ആർക്കും ഇവരങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇവർ നല്ല സ്ത്രീ ആയിരുന്നു, പക്ഷേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളും ഉണ്ട്, നല്ലതും ഉണ്ട്. ഇവർക്ക് എന്തോ ഒരു സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉള്ള ആളായിരുന്നു. അങ്ങനെ ഈ ആൾക്ക് സുഖമില്ലാണ്ടായപ്പോൾ ആൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ നല്ലോണം കഴിയാണ്ടായപ്പോൾ ആദ്യമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പോവുമായിരുന്നു. പിന്നെ ഇടി മഴ അങ്ങനെയൊക്കെ വന്നു ഒരു സമയം, ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ഇടി മഴയൊക്കെ വരുന്ന ഒരു സമയമായി. ആ സമയത്ത് ശരിക്കും ഇടിമിന്നൽ വന്ന് ഇങ്ങനെ വീഴുകയാണ്, ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ തെറിക്കുന്ന പോലെ. മണ്ണ് ആകെ ഒന്ന് വീട് ഇടിഞ്ഞില്ല, അതിൻ്റെ മണ്ണൊക്കെ ആയിട്ടുള്ള ലെവലിലായിപ്പോയി. അങ്ങനെ ആ ഒരു സ്ത്രീ, ഈ കേസ് കൊടുത്ത ഈ സ്ത്രീ ഉണ്ടല്ലോ ഗൈസ്, ഈ സ്ത്രീ വീടൊക്കെ മാറിയിട്ടൊക്കെ പോയി. ആ സ്ത്രീയും ആ പാവ സ്ത്രീയും മാറി. ആ സ്ത്രീ മാറിയെടുക്കുന്ന ഈ വയ്യാണ്ടായി കിടക്കുന്ന ഈ കേസ്, അതായത് ഒപ്പിടിപ്പിച്ചിട്ട് പേപ്പറിലൊക്കെ ജീവിക്കുന്ന വഴി മുട്ടിക്കാൻ നോക്കിയ ആ സ്ത്രീനെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്ത് നോക്കി. അങ്ങനെ ഈ ഒരു സ്ത്രീൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടാണ് അവസാനം ആ ഒരു ദേഷ്യക്കാരി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ മരിച്ചത്. അപ്പം നമ്മളെ ഒരു നല്ല സമയം നമ്മൾ ആരെങ്കിലൊക്കെ എങ്ങനെയൊക്കെ ഒന്നും ചിന്തിക്കാണ്ട് നമ്മളൊന്നും കളിച്ചു കൂട്ടരുത്. ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ ചിലപ്പം നമ്മൾ ഈ ചിലപ്പോൾ നോക്കാൻ തന്നെ ചിലവരെ മടിക്കും, ഒന്ന് ചിരിച്ച് കാണിക്കാൻ തന്നെ മടിക്കും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഭയങ്കര ഗൗരവമായിരിക്കും, ഒക്കെ ഞാൻ എന്നുള്ള മട്ടായിരിക്കും. പക്ഷേ അത്
അപ്പുറം നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ ഒരുമിച്ചുള്ള ആൾക്കാരൊക്കെ വിട്ട് മാറിപ്പോയാൽ നമ്മൾ ശരിക്കും ഒറ്റക്കാകും. അപ്പം നമുക്ക് ആരെ കൊണ്ടാണ് നമ്മളെ മുമ്പിലേക്ക് നമുക്കൊരു സഹായത്തിന് എത്തുക എന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. അത് കാരണം കൊണ്ട് നിങ്ങൾ ആരും തന്നെ ആരെയും ഓവറായിട്ട് വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ പോവാണ്ട് നിൽക്കുക. ആരെങ്കിലും എങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, കഷ്ടപ്പെടുന്ന സ്ത്രീൻ്റെ അടുക്ക പ്രത്യേകിച്ച് പോവാണ്ട് നിൽക്കുക. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ.